എല്ലാവർക്കും നമസ്കാരം. ഹാർവസ്റ്റ് കുക്കറി ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഐറ്റം ബട്ടർ ഗാർലിക് ഫിഷാണ്. ആദ്യമായിട്ട് നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ബാസയാണ് ഫിഷ് എടുത്തിരിക്കുന്നത്. നമുക്ക് നെയ്മീനോ ഇഷ്ടമുള്ള ഫിഷുകൾ നമുക്ക് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഫിഷ് എടുക്കാം. നമ്മൾ ഫിഷ് മാരിനേഷൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് പാകത്തിന് ഉപ്പ്, അതിനുശേഷം കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ, ഹോൾ ബ്ലാക്ക് പെപ്പർ നമ്മൾ തന്നെ പൊടിച്ചെടുത്തതാണ്, അതാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് അത് ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നു. നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. നമ്മളിവിടെ ബാസ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യാം. നമ്മളത് കട്ട് ചെയ്തിട്ട് 4 പീസ് എടുത്ത് നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ മസാല തേച്ചിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 20 to 30 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് അതിൻ്റെ എല്ലാ ഉപ്പും മുളകും എല്ലാം അതിലേക്ക് പിടിക്കുകയുള്ളൂ. ഏകദേശം 30 മിനിറ്റിന് ശേഷം നമ്മൾ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളൊരു പാനിലേക്ക് ബട്ടർ ഒരു 3-4 ചെറിയ ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ബട്ടർ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഫൈൻ ഗാർലിക് ചോപ്പ്, നന്നായി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ഫിഷ് നമ്മുടെ പാനിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരു ഫിഷ് നമ്മൾ ഒത്തിരി ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്തുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം പോയി ഡ്രൈ ആവും. നമുക്ക് ജ്യൂസി ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫിഷ് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്, അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും ഫിഷ് നമ്മുടെ ഒരു കളർ വന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷ് നമുക്കൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് നമ്മൾ തയ്യാറാക്കിയാണ്. 2 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തു. 2 ഗാർലിക് ചോപ്ഡ് ആഡ് ചെയ്തു. നന്നായി ഇളക്കുക. ഒരു ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. കുറച്ച് ടർമറിക് പൗഡർ, ഒരു ചെറിയ ലൈറ്റ് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളൊരു വൈറ്റ് കളറാണ്, ബാസ വൈറ്റാണ്, ഇതും വൈറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ യെല്ലോ കളർ കിട്ടുന്നതിനാണ്. കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്കൊരു നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഏകദേശം അതൊരു ഡ്രൈ പോലെ ആയിട്ടുണ്ട്. ഡ്രൈ ആയി. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് തരിക. സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. സോസ് നമ്മൾ ഫിഷിൻ്റെ മേലെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിത് ബോയിൽഡ് വെജോ മാഷ് പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്ത് സൈഡ് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്.